18-ാം ദിവസം. നവജാത ശിശു സംസാരിക്കുന്നു. കൊല്ലം നഗരത്തിലെ അത്ഭുതം. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊല്ലത്തേക്കാണ് തോമാശ്ലീഹ യാത്രയായത്. കാലത്ത് കൊല്ലത്ത് കൂടുതലായും ഉണ്ടായിരുന്നത് വണിക് വർഗത്തിൽപ്പെട്ട ചെട്ടിയാർമാരായിരുന്നു. അവരിൽ അനേകം പേർക്ക് ശ്ലീഹ മാമോദീസ നൽകി. ഒപ്പം മറ്റു വിവിധ ഗണത്തിൽപ്പെട്ടവരും മാമോദീസ സ്വീകരിച്ചു. തോമാശ്ലീഹ അവർക്കായി ഒരു ആരാധനാലയം നിർമ്മിച്ചു നൽകി. എന്നാൽ പുതിയ മാർഗം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച കുറേ ആളുകൾ കൊല്ലം ഉപേക്ഷിച്ച് നഞ്ചുനാട്ടിലേക്ക് പോയി. 1 വർഷത്തോളം തോമാശ്ലീഹ കൊല്ലത്ത് സുവിശേഷം പ്രസംഗിച്ചു. ശ്ലീഹായോട് വിരോധമുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ അപായപ്പെടുത്തുവാൻ പരിശ്രമിച്ചിരുന്നു. ഒരിക്കൽ അവിവാഹിതയായ ഒരു സ്ത്രീ പ്രസവിക്കുവാനിടയായി. ശ്ലീഹായെ അപമാനിക്കുവാനുള്ള ഒരു അവസരമായി ശത്രുക്കൾ ഇതിനെ കണ്ടു. അവരുടെ നിർബന്ധത്താൽ തോമാശ്ലീഹായാണ് കുഞ്ഞിൻ്റെ പിതാവെന്ന് ആ സ്ത്രീ പറഞ്ഞു. വാർത്ത നാടു മുഴുവൻ പരന്നു. ശ്ലീഹ നാടുവാഴിക്ക് മുൻപിൽ ഹാജരാക്കപ്പെട്ടു. വിചാരണാവേളയിൽ ശ്ലീഹ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അദ്ദേഹം ശിശുവിനോട് ആരാണ് നിന്റെ പിതാവെന്ന് ചോദിച്ചു. ജനിച്ചിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമായിരുന്ന ആ ശിശു കൂടെ നിന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളാണ് തൻ്റെ പിതാവെന്ന് വ്യക്തമായി പറഞ്ഞു. ആ സ്ത്രീക്ക് അത് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ തോമാശ്ലീഹ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. ആളുകൾ തോമാശ്ലീഹായിലും അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷത്തിലും കൂടുതലായി വിശ്വസിക്കാൻ തുടങ്ങി. വിചിന്തനം. കേരളത്തിലെ പ്രധാന തുറമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലം. അക്കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. കച്ചവട ആവശ്യങ്ങൾക്കായി കപ്പലുകൾ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാവണം ശ്ലീഹ കൊല്ലത്തേക്ക് പോകാനിടയായത്. ഈശോ തൻ്റെ അനുയായികളെയും പ്രേക്ഷിതരെയും ഒരിക്കലും കൈവിടില്ല. ഏതു പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും അവിടുത്തെ ബലമേറിയ കരങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ കൃപ നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തോമാശ്ലീഹായെ ഇന്ത്യയിലേക്ക് യാത്രയാക്കിയത്. തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഈശോ എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യം ശ്ലീഹ ഒരിക്കലും വിസ്മരിച്ചില്ല. പോയിടത്തെല്ലാം വചനം പ്രഘോഷിച്ചു. അനേകരെ ഈശോയിലേക്ക് ആനയിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ, വചനത്തിനായി ജീവിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. അതിൽ നാം ഒരിക്കലും ആകുലപ്പെടരുത്. വചനമനുസരിച്ച് മാത്രം ജീവിച്ചിട്ടും എനിക്കെന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇത്രയേറെ ശത്രുക്കൾ എന്തുകൊണ്ടെന്നൊക്കെ ചിലപ്പോഴെങ്കിലും നാം ഓർത്തുപോകും. നമ്മെ ഇഷ്ടപ്പെടാത്ത ദുഷ്ടശക്തികൾ നമ്മിലെ നന്മയെ നശിപ്പിക്കാൻ അവസരം കാത്തിരിക്കും. അതേസമയം എന്നും നന്മയെ മുറുകെ പിടിച്ചാൽ, ഈശോയോടൊപ്പം എന്നും ജീവിച്ചാൽ ഒരു ദുഷ്ടശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താനാവില്ല.